ഞങ്ങൾ എപ്പോഴും കെട്ടിയിടാറില്ല. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴോ വീട് കഴുകുമ്പോഴോ വീട് തൂക്കുമ്പോഴോ ഒക്കെ രാവിലെ കുറച്ച് നേരം അവനെ ഞാൻ കെട്ടിയിടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ ചിലപ്പോൾ 10 മിനിറ്റ് ഒരു അരമണിക്കൂർ അങ്ങനെ അധികം അവനും കിടക്കാറില്ല. അവൻ ചേച്ചിമാരൊക്കെ ഉറക്കഴിച്ച് അവരെ തലവട്ടം കണ്ടാൽ ഉടനെ അവൻ വിളി തുടങ്ങും, എന്നെ അഴിച്ചു വിടണേ അവരോടെ കളിക്കാനെന്ന്. അവരുണരും വരെ ഉള്ളൂ ഈ കിടപ്പ്. അപ്പോഴേക്ക് ഞാൻ വീടൊക്കെ ഒന്ന് തൂത്തുവാരും. അപ്പം ഗുണ്ടുവിൻ്റെ സ്ഥിര സ്ഥലം സ്പോട്ടൊക്കെ അറിയില്ല വീടിനകത്ത്. അപ്പോൾ അവ അനങ്ങൂല, അവിടെ കിടക്കും. പിന്നെ ഉന്തിത്തള്ളി വിട്ടാലും എണീറ്റ് വേടാ. വിളയിലെത്തിയതിന് ശേഷം അവനെ ഞാൻ തുടലഴിച്ചു മാറ്റുവേ. ഇപ്പോൾ റോഡായതുകൊണ്ട് കെട്ടിക്കൊണ്ടുപോവാം. നമ്മൾ ഇറങ്ങുന്നുണ്ട്. പെക്കോ തരുമോ? ഇത് ആനക്കല്ലേ. അവൻ കുറച്ച് നേരം കളിക്കട്ടെ. ഈ പാലെടുത്തില്ലെങ്കിൽ നീ പാലെടുക്കാൻ തോന്നുന്നു കേട്ടോ. ഫ്രണ്ട് ഗുണ്ടു ഇങ്ങനെ ബാക്കിൽ പോണത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ലയ ചേച്ചിയാണ്. ഗുണ്ടു പാലെടുക്കണ ചേച്ചിയുടെ കൂടെ പോവുകയാണേ. പിന്നെ ഈ നാട്ടിൽ ആദ്യം നമുക്ക് സപ്പോർട്ട് ചെയ്തതും വീഡിയോ എടുക്കാനുള്ള ഇപ്പം നീ എട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്തത് ലയ ചേച്ചിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലൈക്ക് കമൻ്റൊക്കെ ഇവിടെ അധികം ചേച്ചിക്ക് കമൻ്റൊന്നും ഇട്ട് ശീലമില്ല. പക്ഷെ എനിക്കാണ് ചേച്ചി ആദ്യമായിട്ട് കമൻ്റൊക്കെ ഇട്ട് പഠിച്ചത്. ആദ്യം ആരും കമൻ്റ് ചെയ്യില്ലല്ലോ. നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയണത് പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. നമുക്ക് പോയാലാടാ ഉണ്ടപ്പോ പോണോ? അതെവിടെ ഇരിക്കണ കുറച്ച് നേരം പോണ്ടേ? ഞാൻ വിചാരിക്കുന്നു ഇനിയും മതി, നമ്മളെ ഗുണ്ടപ്പനെ അങ്ങ് പിടിച്ചു കളയാം. ഇനിതാ തൊടലിടാൻ പോവേണേ. അരമണിക്കൂറോളം കളിച്ചു, ഇവിടെയൊക്കെ ഓടി നടന്നു. ഇനി പോവാടാ. അയ്യോ, അങ്ങനെ ഓടരുത്, നടന്നേ പോവാവൂ. ഞാനും കൂടി വരണ കണ്ടില്ലേ കൊണ്ടു? പതുക്കെ നടന്നു പോ. ഇങ്ങോട്ട് വാ. എവളീ കരഞ്ഞു പറഞ്ഞതൊക്കെ അപ്പൊ ഇനി ഒന്നും ചെയ്യണ്ടെന്നാണോ? സബ്സ്ക്രൈബർ അല്ലേടി ആന്റിമാര്.